നമസ്കാരം, വെൽക്കം ബാക്ക്. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റ് സ്നേഹസ്പർശം, അതിലെ 2ാമത്തെ പാഠഭാഗമായിട്ടുള്ള തേങ്ങയാണ് പഠിക്കാനായി പോകുന്നത്. മലയാളിയുടെ പ്രിയ എഴുത്തുകാരി ശ്രീമതി പി വത്സലയുടെ മനോഹരമായിട്ടുള്ള ഒരു ചെറുകഥയാണ് തേങ്ങ. അക്കമ്മ എന്ന് പറഞ്ഞ ഒരു തമിഴ് പെൺകുടിയാണ് ഇതിലെ നായിക കഥാപാത്രമായിട്ട് വരുന്നത്. മനുഷ്യനും സ്നേഹിക്കുമ്പോഴല്ല, അതിനേക്കാൾ ഉപരി മനുഷ്യൻ പ്രകൃതിയെ കൂടി സ്നേഹിക്കുമ്പോഴാണ് ഈ ഒരു ജീവിതം സന്തോഷപൂർണമാകുന്നത്, ലോകത്തിൽ ശുഭമുണ്ടാകുന്നത് എന്നുള്ളൊരു അർത്ഥമാണ് ഈ ഒരു പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും പ്രകൃതിയാണ് നമ്മുടെ മാതാവ് എന്നുള്ളൊരു തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത്തരത്തിലുള്ള മഹത്തായ ഒരു ആശയമാണ് തേങ്ങ എന്ന് പറഞ്ഞ വത്സലയുടെ കഥ മുന്നോട്ട് വയ്ക്കുന്നത്. എക്സാം പോയിന്റിന്റെ ഗൈഡിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗം എടുക്കുന്നത്. നമുക്കപ്പോ പാഠഭാഗത്തിലേക്ക് കിടന്നാലോ? പാഠഭാഗത്തിന്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, തേങ്ങ. ഈ ഒരു കഥയുടെ എഴുത്തുകാരി എന്ന് പറയുന്നത് പി വത്സലയാണ്. അവരെ പറ്റി നമുക്കൊന്ന് നോക്കാം. 1938 കോഴിക്കോടായിരുന്നു ശ്രീമതി പി വത്സല ജനിച്ചത്. മികച്ച ഒരു നോവലിസ്റ്റും കഥാകൃത്തും അതോടൊപ്പം അധ്യാപിക കൂടിയായിരുന്നു ശ്രീമതി പി വത്സല. ഒട്ടനവധി പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്. കുങ്കുമം അവാർഡ്, അബുദാബി മലയാളി സമാജം അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, മാതൃഭൂമി പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം മുതലായവ ശ്രീമതി പി വത്സലയ്ക്ക് ലഭിച്ചിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ നെല്ല്, ആഗ്നേയം, നിഴലുറങ്ങുന്ന വഴികൾ, വിലാപം, പാളയം, ചാവേർ, കൂമൻ കൊല്ലി, കാലാൾ കാവലാൾ, പങ്കുരു പുഷ്പത്തിന്റെ തേൻ, ഗൗതമൻ, തൃഷ്ണയുടെ പൂക്കൾ, മൈഥിലിയുടെ മകൾ മുതലായവയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് ഈ തേങ്ങ എന്ന് പറഞ്ഞ കഥ. അതിലെ അക്കമ്മ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ജീവിതത്തിലെ ഒരു ഏടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദാരിദ്ര്യം നിറഞ്ഞ സ്വന്തം ഗ്രാമത്തെയും കുടുംബത്തെയും വിട്ട് നഗരത്തിൽ ഒരു വീട്ടിൽ ജോലിക്കായിട്ടെത്തുന്ന ഒരു തമിഴ് പെൺകുടിയാണ് അക്കമ്മ എന്ന് പറഞ്ഞ കേന്ദ്ര കഥാപാത്രം. പുതിയൊരു സാഹചര്യത്തിലേക്ക് പറിച്ചു നട്ടതിന്റെ വല്ലാത്തൊരു ഭയം അവൾക്കുണ്ടായിരുന്നെങ്കിലും ആ വീടിനോട് ചേർന്ന് കിടക്കുന്ന തെങ്ങിൻ തോപ്പും അവളെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അച്ഛനെ വളരെ ചെറുപ്പത്തിലെ കൃഷി ജോലികളിലും മറ്റും സഹായിച്ചു വളർന്നു വന്ന അവൾക്ക് ആരും ശ്രദ്ധിക്കാതെ കിടന്ന ആ ഒരു തെങ്ങിൻ തോപ്പും അവിടെ അനാഥമായി കിടക്കുന്ന തേങ്ങകളും കണ്ടപ്പോൾ വല്ലാത്ത വിഷമമാവുകയാണ്. അവൾ ആ തേങ്ങകളെല്ലാം തന്നെ പെറുക്കി സുരക്ഷിതമായി അവിടെ കണ്ട ഒരു അറയിൽ സൂക്ഷിക്കുകയാണ്. പ്രകൃതിയോടും കൃഷിയോടും കുട്ടിക്കാലം മുതലേയുള്ള അവളുടെ ഇഷ്ടമാണ് ഇവിടെ നമുക്ക് തെളിവായി കാണുന്നത്. ഈ വീട്ടിലെ മുതിർന്ന കുട്ടിയായിട്ടുള്ള സംഗീത നഗരത്തിൽ ജനിച്ചു വളർന്നവളാണ്. അക്കമ്മയുടെ എതിർ സ്വഭാവമാണ് ഇവിടെ സംഗീതയ്ക്കുള്ളത്. അക്കമ്മയുടെ നേർ വിപരീതമായ സാഹചര്യങ്ങളിൽ ജീവിച്ച് അവൾക്ക് അക്കമ്മ ചെയ്യുന്നതെല്ലാം ഭ്രാന്തായിട്ടാണ് തോന്നുന്നത്. എന്നാൽ പ്രകൃതിയോടുള്ള അക്കമ്മയുടെ ഈ സ്നേഹം വീട്ടമ്മയുമായി അവളെ വല്ലാതെ അടുപ്പിക്കുന്നുണ്ട്. പണ്ട് അവിടെ ഉണ്ടായിരുന്ന വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് പണ്ട് കാലത്ത് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു മൊട്ടക്കുന്നാരുള്ള സ്ഥലം മനോഹരമായിട്ടുള്ള തെങ്ങിൻ തോപ്പാക്കി മാറ്റിയത്. അച്ഛൻ തെങ്ങുകളെ സ്വന്തം മക്കളെ പോലെയാണ് പോറ്റി വളർത്തിയത്. അച്ഛന് തെങ്ങിനോടുണ്ടായിരുന്ന സ്നേഹം അക്കമ്മയ്ക്കും ഉണ്ടെന്നറിഞ്ഞ് ആ ഒരു സ്ത്രീ, ആ ഒരു വീട്ടമ്മ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹം മാത്രമല്ല, മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സ്നേഹം കൂടി ചേരുമ്പോഴാണ് ഈ ലോകം പൂർണ്ണമാകുന്നത് എന്ന മഹത്തായിട്ടുള്ളൊരു തത്വമാണ് ഈ ഒരു കഥയിലൂടെ, തേങ്ങ എന്ന് പറഞ്ഞ കഥയിലൂടെ പി വത്സല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കുക, പാഠഭാഗം വായിച്ച് നമുക്ക് ആശയം നോക്കാം. അക്കമ്മ ഉറക്കത്തിലാണ്. ഇന്ന് വൈകുന്നേരമാണ് അവൾ ഇവിടെ എത്തിയത്. നാടോടികളും വഴിവാണിഭക്കാരും മലയാളത്താന്മാരുടെ നാട്ടുപണികൾക്ക് വരുന്നവരും പെട്ടി ഭാണ്ഡങ്ങളും അലൂമിനിയ പാത്രങ്ങൾ നിറച്ച വലിയ ചാക്കുകെട്ടുകളും കുരങ്ങനും കുട്ടികളും തത്തക്കൂടുമെല്ലാം കുത്തി നിറച്ച ഒരു ബസ് പട്ടണത്തിൽ വന്നു നിന്നു. അക്കമ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി പുതിയൊരു പട്ടണത്തിലേക്ക് വരികയാണ്. അവൾ ഒരു തമിഴ് പെൺകുട്ടിയാണ്. അവൾ ഒരു ബസ്സിലായിരുന്നു വന്നത്.
ഒരുപാട് നാടോടികളും വഴി വാണിഭക്കാർ, വഴിയിലെ കച്ചവടം നടത്തുന്നവർ, അവരെല്ലാവരും തന്നെ മലയാളത്താന്മാരുടെ നാട്ടുപണികൾക്ക്, മലയാളത്താന്മാർ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ നാട്ടുപണിക്ക് വരുന്നവരും, അതുപോലെ പെട്ടിയും ഭാണ്ഡങ്ങളും അലൂമിനിയ പാത്രങ്ങൾ നിറച്ച വലിയ ചാക്കുകെട്ടുകളും കുരങ്ങനും കുട്ടികളും തത്തക്കൂടും എല്ലാം കുത്തി നിറച്ച ഒരു ബസ്സിലാണ് അക്കമ്മ ആ ഒരു പട്ടണത്തിലേക്ക് വന്നിറങ്ങുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ആ ഒരു ബസ്സിൽ ആരൊക്കെ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ വത്സല നമ്മെ അറിയിക്കുന്നുണ്ട്. മയിലെണ്ണ വിൽക്കുന്ന ശങ്കരനും തോട്ടം കിളയ്ക്കുന്ന കാളിമുത്തുവും അവളുടെ അയൽക്കാരാണ്. അതുകൊണ്ട് തന്നെ അപരിചിതമായിട്ടുള്ള നഗരം അവളെ തെല്ലും ഭയപ്പെടുത്തിയില്ല. അപരിചിതമായിട്ടുള്ള ആ ഒരു നഗരം അക്കമ്മയെ ഭയപ്പെടുത്താത്തതിന് കാരണം എന്ത് എന്ന് ചിലപ്പോൾ ചോദ്യം വരാം. എന്താണ് ചോദ്യത്തിന് ഉത്തരം വരുന്നത്? തോട്ടം കിളയ്ക്കുന്ന കാളിമുത്തുവും മയിലെണ്ണ വിൽക്കുന്ന ശങ്കരനും എല്ലാം തന്നെ അവളുടെ അയൽക്കാരാണ്. അതുകൊണ്ട് തന്നെ അപരിചിതമായിട്ടുള്ള, പരിചിതമില്ലാത്ത ആ ഒരു നഗരം അവളെ ഒട്ടും ഭയപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് അക്കമ്മയും ശങ്കരനും മറ്റൊരു വൃത്തിയുള്ള ബസ്സിൽ കയറി. പിന്നീട് അവർ ആ തിരക്കുള്ള ബസ്സിൽ നിന്ന് വൃത്തിയുള്ള മറ്റൊരു ബസ്സിലേക്ക് കയറുകയാണ്. ആരൊക്കെയാണ്? അക്കമ്മയും അതുപോലെ തന്നെ ശങ്കരനും. ശങ്കരന്റെ ജോലി എന്താണെന്നാ പറഞ്ഞ? മയിലെണ്ണ വിൽക്കുന്ന. ആ മയിലിന്റെ എണ്ണയാണെന്ന് പറഞ്ഞ് നമുക്കറിയാലോ, ദേഹത്തൊക്കെ പുരട്ടുന്നത് നല്ലതാണ്, അതുപോലെ തന്നെ ഹെൽത്തിനൊക്കെ നല്ലതായിട്ടുള്ള ഒരു എണ്ണയാണ് എന്ന് പറയപ്പെടുന്നു. അത്തരത്തിലുള്ള ഒരു പണി ചെയ്യുന്ന ആളാണ് ശങ്കരൻ. കല്യാണ വേഷത്തിൽ കയറുന്ന പെണ്ണുങ്ങളെ കൊണ്ടും അലക്കി തേച്ച് സ്യൂട്ട് ധരിച്ച ആണുങ്ങളെ കൊണ്ടും ബസ് നിറഞ്ഞു. മറ്റേ ബസ്സിന് വിപരീതമായിട്ട് നല്ലൊരു ബസ്സിലാണ് ഇപ്പോൾ ശങ്കരനും അക്കമ്മയും കയറിയിട്ടുള്ളത്. കല്യാണ വേഷത്തിൽ കയറുന്ന പെണ്ണുങ്ങൾ, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളും അലക്കി തേച്ച സ്യൂട്ട് ധരിച്ച ആണുങ്ങളെ കൊണ്ടും ആ ബസ് നിറഞ്ഞിരുന്നു. നല്ല മാന്യന്മാരായിട്ടുള്ള വ്യക്തികളാണ് ആ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. വണ്ടിയിലെ ആളുകളെ അവൾക്ക് നന്നേ പിടിച്ചു. പലരും സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നവരാണോ എന്ന് പോലും അവൾ സംശയിച്ചു. ആ ബസ്സിലുള്ള ആളുകളെ കണ്ടപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി. എല്ലാവരും വലിയ രീതിയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടു. സിനിമയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നതാണോ ഈ ആളുകൾ എന്നൊക്കെ തന്നെയാണ് അവൾ ചിന്തിച്ചത്. അവളുടെ ഗ്രാമത്തിൽ അധികം ഇങ്ങനെയുള്ള ഒരു കാഴ്ചയൊന്നും കാണാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ പട്ടണത്തിൽ അവൾ കണ്ട കാഴ്ചകളിൽ നിന്നും നേർ വിപരീതമായിട്ടുള്ള പല കാഴ്ചകളുമാണ് അവൾക്ക് ദൃശ്യമായത്. അടുത്തിരുന്ന് അക്കമ്മയോട് ശങ്കരണ്ണൻ പറഞ്ഞു, പേടിക്കേണ്ട, നല്ല ആൾക്കാരാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുണ്ട്, നിന്റെ പ്രായം. അവനൊരു ചേച്ചിയുണ്ട്, കോളേജിലെത്തി. പിന്നെ അമ്മ, അച്ഛൻ ദൂരെയാണ്, എല്ലാ പണിക്കും യന്ത്രങ്ങളുണ്ട്. അപ്പോ എന്തോ ഒരു വീട്ടുജോലിക്ക് വേണ്ടിയിട്ടാണ് അക്കമ്മയെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ശങ്കരണ്ണനാണ് അവൾ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ വിഷയങ്ങളും, ആ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും, കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ശങ്കരണ്ണൻ ആരോട് പറഞ്ഞു കൊടുക്കുന്നു? അക്കമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. നല്ല ആൾക്കാരാണ് അവിടെ ഉള്ളത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയാണുള്ളത്. അവൾക്ക് അതിന് മൂത്തതായിട്ട് ഒരു പെൺകുട്ടിയുണ്ട്, അവൾ കോളേജിൽ പഠിക്കുന്നു. പിന്നെ അമ്മയാണ് ആ ഒരു കുടുംബത്തിലുള്ളത്. അച്ഛൻ ദൂരെയാണ്. എല്ലാ പണിക്കും, എന്ത് പണി ചെയ്യാനാണെങ്കിലും യന്ത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞ മെഷീൻസ്, ഇപ്പോൾ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല എന്ന് ശങ്കരണ്ണൻ അക്കമ്മയോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. പണി അവൾക്ക് പ്രശ്നമല്ലായിരുന്നു. പണി ചെയ്ത് ജീവിക്കാനാണല്ലോ അവളെ അപ്പനും അമ്മയും പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഏത് ജോലി ചെയ്യാനും അവൾക്ക് യാതൊരു മടിയുമില്ല. ചെറുപ്പത്തിലെ തന്നെ ധാരാളം വീട്ടുപണിയും അതുപോലെ അച്ഛൻ്റെ ഒപ്പം പണിക്കൊക്കെ പോയി ഒരു ശീലമുണ്ട്. പണിയെടുപ്പിക്കാൻ തന്നെയാണ് അച്ഛനും അമ്മയും ഈ ഒരു പട്ടണത്തിലേക്ക് അവളെ വിട്ടിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ പണിയെടുക്കുക എന്നുള്ളത് അവളെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമല്ലായിരുന്നു. പകൽ അപ്പന്റെ കൂടെ വീട് വിട്ടിറങ്ങി തോപ്പിൽ ഹോസ് വെച്ച് നനയ്ക്കാൻ അപ്പനെ അവൾ സഹായിക്കാറുണ്ടായിരുന്നു. അപ്പനോടൊപ്പം വീട് വിട്ടിറങ്ങിക്കൊണ്ട് വെളുപ്പിന് തന്നെ ഹോസ് വെച്ച് നനയ്ക്കാനായിട്ട്, തോട്ടമൊക്കെ നനയ്ക്കാനായിട്ട് അപ്പനെ അവൾ സഹായിച്ചിരുന്നു. അപ്പൻ അവൾക്ക് കുഴലപ്പവും ചായയും മേടിച്ചു കൊടുത്തിരുന്നു. അപ്പനെ ഓർത്ത് അവൾ മെല്ലെ കരഞ്ഞു, ശങ്കരണ്ണൻ അറിയാതെ. വീട്ടിലെ ഓരോ കാര്യങ്ങൾ ഓർക്കുകയാണ്. അച്ഛനോടൊപ്പം തോട്ടത്തിൽ നനയ്ക്കാൻ പോകുന്നതും ആ സമയത്ത് അച്ഛൻ കുഴലപ്പവും ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ആ പെൺകുട്ടി ഓർക്കുകയാണ്. ഇന്ന് ആ അച്ഛനെയും അമ്മേനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവൾക്ക് മറ്റൊരു അപരിചിതമായ പട്ടണത്തിലേക്ക് എത്തേണ്ടി വരികയാണ്. ആ ഒരു അവസ്ഥയിൽ അവൾ പയ്യെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ഓർത്ത് അച്ഛനെ ഓർത്ത് കരഞ്ഞു, ശങ്കരണ്ണൻ കാണാതെ. ഒരു 10-12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണെന്ന് ആലോചിച്ച് നോക്കുക. അപരിചിതമായ ഒരു നാട്ടിലേക്ക് വരിക. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു അവസരങ്ങള്, എത്രയോ കുട്ടികൾ അനാഥമായിരിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒരു ഭക്ഷണം പോലും കിട്ടാത്ത ഒരുപാട് കുട്ടികൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ് എന്നൊന്ന് ഓർക്കുക.
ആ ഒരു കാര്യം മറക്കാതെ നല്ല രീതിയിൽ തന്നെ മാതാപിതാക്കൾ പറയുന്നത് കേട്ടുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാനും വലിയ വിജയങ്ങൾ കീഴടക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. പണി അവൾക്ക് യാതൊരു പ്രശ്നമല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചിന്തയോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ്, യാതൊരു മടിയുമില്ലാതെയാണ് ആ പെൺകുട്ടി എത്തുന്നത്. അവൾക്ക് വിദ്യാഭ്യാസം ചെയ്യേണ്ട ഒരു പ്രായമാണ്, പക്ഷെ അതിനൊന്നും കഴിയുന്നില്ല. പക്ഷെ അതിലൊന്നും തന്നെ അവൾക്ക് യാതൊരു വിധത്തിലുള്ള സങ്കടവും ഇല്ലായിരുന്നു. ബംഗ്ലാവിലെത്തിയപ്പോൾ അവൾ അതിശയിച്ചു പോയി. കൊട്ടാരം തന്നെ, എത്ര ജനലുകൾ, എത്ര മുറികൾ, മുഖം കണ്ട് തറയിലൂടെ നടക്കാം. തറയും ജനൽ ചില്ലുകളും ചുമർ കണ്ണാടികളും മേശപ്പുറങ്ങളും അവളുടെ മുഖം കാണിച്ചു കൊടുത്തു. ബംഗ്ലാവിൽ എത്തിയ സമയത്ത് അവൾ ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് അവൾക്ക് തോന്നിയത്. ശരിക്കും ഒരു കൊട്ടാരം തന്നെയെന്ന് അവൾക്ക് മനസ്സിലായത്. എത്ര ജനലുകൾ, എത്ര മുറികൾ. അവൾ ചിന്തിക്കണം, എന്തോരം മുറികളാണ്, എന്തോരം ജനലുകളാണ് അവിടെയെന്ന്. അത്തരത്തിലുള്ള ഒരു കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഒരു വീട് അവൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. മുഖം കണ്ട് തറയിലൂടെ നടക്കാം, അതായത് നല്ല രീതിയിലുള്ള ടൈലൊക്കെ വിരിച്ചിട്ടുള്ള ഒരു തറയാണ്. അവളുടെ മുഖം തന്നെ അവൾക്ക് കാണാനായിട്ട് കഴിഞ്ഞിരുന്നു. തറയും ജനൽ ചില്ലുകളും ചുമർ കണ്ണാടികളും, ഒരുപാട് കണ്ണാടികളും ജനൽ ചില്ലുകളും അതുപോലെ മേശപ്പുറങ്ങളും എല്ലാം തന്നെ അവൾക്ക് അവളുടെ മുഖം കാണിച്ചു കൊടുത്തു. അത്രയും ഒരു സ്ഫടികമായിട്ടുള്ള ചില്ലുകളുടെയൊക്കെ കുറെ ഒരു കാര്യങ്ങൾ അവിടെ കാണാനായിട്ട് കഴിഞ്ഞിരുന്നു. കണ്ടോ, നിന്റെ മുഖം എങ്ങനെയിരിക്കുന്നു? അവളുടെ സ്വന്തം കുടിലിന്റെ മൺചുമരിൽ പതിച്ചു വെച്ച ഒരു കണ്ണാടി കഷ്ണമാണ് അവളെ മുഖം കാണിച്ചിരുന്നത്. ഇതിനു മുമ്പ് ഇത്രയും ഭംഗിയായിട്ട് അവളുടെ മുഖം അവൾക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവളുടെ ആ ചെറിയ കുടിയിലുള്ള ആ ഒരു ചുമരിൽ ചാരി വെച്ചിരിക്കുന്ന ഒരു പൊട്ടിയ കണ്ണാടി മാത്രമാണ് അവൾക്ക് മുൻപ് കാണാനായിട്ട് കഴിഞ്ഞിരുന്നത്. പിന്നെ തോപ്പിലെ വലിയ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം കയറ്റി വിടുന്ന കുളം ഒരു പച്ച കണ്ണാടിയായിരുന്നു. പിന്നീട് അവൾ കണ്ടുകൊണ്ടിരുന്ന എവിടെയാണ്? കുളത്തിലാണ്. അവിടെ അച്ഛൻ്റെ ഒപ്പം തോട്ടത്തില് നനയ്ക്കാൻ പോകുന്ന സമയത്തുള്ള ആ ഒരു വാട്ടർ ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്ന ആ ഒരു കുളം, അതൊരു പച്ച ഒരു കണ്ണാടി പോലെയാണ് അനുഭവപ്പെട്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പായലുകൾ ആ കുളത്തിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. വെള്ളത്തിനടിയിൽ ഒരു വെളുത്ത പാടയുണ്ട്. ഇടയ്ക്ക് വെള്ളം പാല് ഇറ്റി വീണതുപോലെ കലങ്ങി. ഒരു തെളിഞ്ഞ മുഖം കാണാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. വെള്ളത്തിലാണെങ്കിൽ ഇടയ്ക്ക് കലക്കൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ അവൾക്ക് മുൻപ് നല്ല തെളിമയോടെ തന്റെ മുഖം കാണാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. കവിളിൽ കാണപ്പെട്ട കണ്ണീരുണങ്ങിയ നൂൽച്ചാല് കണ്ടു. അവൾ പാവാട തുമ്പുയർത്തി അമർത്തി തുടച്ചു. ആ ഒരു ചുറ്റും കണ്ട കണ്ണാടിയിലും അതുപോലെയുള്ള സ്ഫടിക പാത്രങ്ങളിലെല്ലാം തന്റെ മുഖം കണ്ടപ്പോൾ ഒരു കാഴ്ച അവൾ കണ്ടു. എന്താണ്? കണ്ണീരുണങ്ങിയ ഒരു നൂൽച്ചാല്. അവളുടെ കണ്ണുനീര് നേരത്തെ കരഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ കരഞ്ഞു കഴിഞ്ഞ ആ കണ്ണീര് ഉണങ്ങിപ്പോയ ആ ഒരു പാട്, ഒരു നീർച്ചാല് പോലെ അവൾ കാണപ്പെട്ടു. അവൾ അത് വേഗം പാവാട ഉയർത്തിക്കൊണ്ട് അമർത്തി അത് തുടച്ചു കളഞ്ഞു. അപ്പോഴാണ് പണ്ടങ്ങൾ അണിഞ്ഞ് മേക്കപ്പ് ചെയ്ത് വീട്ടമ്മ ഉമ്മറത്ത് പ്രത്യക്ഷപ്പെട്ടത്. അവരുടെ മുഖം തെളിഞ്ഞു. പെട്ടെന്നാണ് ഒരാൾ പ്രത്യക്ഷപ്പെടുന്നത്. ഉമ്മറം എന്ന് പറഞ്ഞാൽ വീടിന്റെ മുൻവശമാണ്. ആ ഒരു വീട്ടമ്മയാണ് വീടിന്റെ മുൻവശത്തേക്ക് വരുന്നത്. അവരുടെ മേത്താണെങ്കിൽ നിറയെ പണ്ടങ്ങൾ ഉണ്ടായിരുന്നു, ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ മുഖത്ത് നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് വീട്ടിലിരിക്കുമ്പോൾ നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടായിരുന്നു ആ വീട്ടമ്മ ഇരുന്നിരുന്നത്. അവസാനം നീ വാക്കു പാലിച്ചു അല്ലേ ശങ്കര? ശങ്കരണ്ണനും ചായയും പുട്ടും ഒരു കടലാസു പേറ്റിൽ കൊണ്ടുവന്നു കൊടുത്തു. പിന്നെ പാലൊഴിച്ച ചായയും. അപ്പോ നീ വാക്കു പാലിച്ചു അല്ലേ ശങ്കര എന്നാണ് വീട്ടമ്മ പറയുന്നത്. അതിനർത്ഥം എന്താണ്? വീട്ടിലെ ജോലിക്ക് ആരെങ്കിലും ഒരാളെ കൊണ്ടുവരണമെന്ന് വീട്ടമ്മ ഈ ഒരു ശങ്കരണ്ണനോട് ചട്ടം കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് അവര് പറഞ്ഞത് നീ വാക്കു പാലിച്ചല്ലേ എന്ന്. ആ ഒരു സന്തോഷത്തോടു കൂടി ശങ്കരണ്ണന് ചായയും പുട്ടും എല്ലാം തന്നെ ആ ഒരു സ്ത്രീ കൊടുക്കുകയുണ്ടായി. ചായ കുടിക്കാൻ ഇരിക്കും മുമ്പ് ശങ്കരണ്ണൻ പറഞ്ഞു, അകത്തേക്ക് ചെല്ല്. അവൾ അടിവച്ച് വീട്ടമ്മയ്ക്കൊപ്പം അകത്തെത്തി. അവർ ഒരു തോർത്തും സോപ്പും നൽകി അവളോട് പറഞ്ഞു, ആദ്യം മുറ്റം തൂക്കണം, പിന്നെ കുളിമുറിയിൽ ചെന്ന് കുളിച്ച് ഉടുപ്പ് മാറ്റി വരൂ. അപ്പൊ ചായയൊക്കെ കഴിക്കുന്നതിന് മുമ്പായിട്ട് അകത്തേക്കൊന്ന് ചെല്ലാനായിട്ട് ശങ്കരണ്ണൻ ആ ഒരു കുട്ടിയോട് പറയാണ്, അക്കമ്മയോട് പറയുകയാണ്. വീട്ടമ്മ ആദ്യം തന്നെ ചില ജോലികൾ അവരോട് പറയുകയാണ്. ആദ്യം മുറ്റം തൂക്കണം, പിന്നെ ഒന്ന് വൃത്തിയായി കുളിച്ച് ഉടുപ്പ് മാറ്റി വരണമെന്ന് അക്കമ്മയോട് പറയുന്നു. ഒരു പഴയ മാക്സിയും അടിയുടുപ്പും അവർ അക്കമ്മയ്ക്ക് നീട്ടി. മാക്സി ഇവിടത്തെ ചേച്ചിയുടെ കുട്ടിക്കാലത്തേതായിരിക്കുമെന്ന് അവൾക്ക് എളുപ്പം മനസ്സിലായി. അതിൽ നിന്ന് സുഗന്ധം ഒരു മൂളിപ്പാട്ട് പോലെ ഉയരുന്നുണ്ട്. അതിനുശേഷം കുളിച്ചു വന്ന സമയത്ത് അവൾക്ക് ഒരു വസ്ത്രം കൊടുത്തിരുന്നു, ഒരു മാക്സി കൊടുത്തിരുന്നു. ആ ഒരു മാക്സി അവിടെയുള്ള വീട്ടിലെ ആ പെൺകുട്ടിയുടേതാണെന്ന്, ആ ഒരു ചേച്ചിയുടേതാണെന്ന് അവൾക്ക് കൃത്യമായി മനസ്സിലായി. അതിൽ നിന്നൊരു സുഗന്ധം മൂളിപ്പാട്ട് പോലെ വരുന്നുണ്ട്. നല്ല എന്തോ ഒരു സുഗന്ധം, നല്ലൊരു സോപ്പിന്റെയോ സെന്റിന്റെയൊക്കെ സുഗന്ധം അതിൽ നിന്ന് വരുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു.
പഴയതാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ഉപയോഗിച്ചതാണെങ്കിൽ തന്നെയും ആദ്യമായിട്ടായിരിക്കും അത്രയും നല്ലൊരു വസ്ത്രം അവൾ ഉടുക്കുന്നത്. അതുപോലെ നല്ലൊരു സുഗന്ധം അതിൽ നിന്ന് വന്നിരുന്നു. അതൊരിക്കലും തന്നെ മുൻപ് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വീടിന്റെ പിറകുവശത്തെ കുളിമുറിയിലേക്ക് നടക്കുമ്പോഴാണ് തെങ്ങിൻ തോപ്പ് അവളുടെ കണ്ണിൽ തടഞ്ഞത്. കടവുളെ, എത്ര എത്ര തെങ്ങുകൾ! അങ്ങനെ കുളിമുറിയിലേക്ക് പോകുന്ന സമയത്താണ് അവളുടെ ദൃഷ്ടിയിൽ ഒരു കാര്യം പെട്ടത്. എന്താണത്? ഒരു തെങ്ങിൻ തോപ്പ്. കടവുളെ എന്ന് അവൾ വിളിച്ചു. ഈശ്വര എന്ന് തമിഴ് ചുവയിലാണ് വിളിക്കുന്നത്. കടവുളെ, എത്ര എത്ര തെങ്ങുകൾ! ഒരു വലിയ പന്തലിട്ടതുപോലെ ഉയരത്തിൽ. അത്തരമൊന്നും അവൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതുപോലെ പടർന്നു പന്തലിച്ച് വലിയ തെങ്ങിൻ തോപ്പുകൾ അവൾ കാണുന്നത്. ഇതിനു മുൻപ് ഒരിക്കൽ പോലും അത്തരത്തിലുള്ള ഭംഗിയുള്ള ഒരു കാഴ്ച അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങോട്ടുള്ള യാത്രയിൽ വഴിയോരത്തെല്ലാം കാടുണ്ടായിരുന്നു. അവ തേങ്കായ് കാടുകളായിരുന്നു. തേങ്കായ് കാടെന്ന് പറഞ്ഞാൽ തെങ്ങിൻ തോപ്പുകള്. അവൾ വരുന്ന വഴിക്കൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് തെങ്ങിൻ തോപ്പുകൾ കണ്ടിരുന്നു. വരിയൊപ്പിച്ച് നട്ടുപിടിപ്പിച്ച തോപ്പിലിറങ്ങി നടക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. കുളിക്കട്ടെ ആദ്യം. ഇതുപോലെ നല്ല രീതിയിൽ തോട്ടം കണ്ടിട്ടുണ്ടല്ലോ, തെങ്ങിന്റെ തോപ്പ് ഇഷ്ടം പോലെ, നമുക്ക് നല്ല ഭംഗിയാണ്. വരിയൊപ്പിച്ചാണ് അത് നടുന്നത്. നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇരിക്കും. അതിലൂടെ ഒന്ന് നടന്നു പോകണമെന്ന് ആ ഒരു പെൺകുട്ടി ആഗ്രഹിച്ചു. കാരണം ഇതിനു മുമ്പ് അവള് ഇത്രയും മനോഹരമായിട്ടുള്ള തോട്ടം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഒന്ന് കുളിക്കട്ടെ എന്ന് അവൾ തീരുമാനിക്കുന്നു. തണുത്ത വെള്ളം ഉടലിൽ വീണപ്പോൾ കോരി തരിച്ചുപോയി. പളുങ്കുവെള്ളം പിന്നെയും പിന്നെയും കൈക്കുടന്നയിൽ കോരിയെടുത്തു കുടിച്ചു. ചായ വേണ്ട, ഈ വെള്ളം മതി. വെള്ളം, പച്ച വെള്ളം മാത്രം മതി. നീരിനിത്ര തണുപ്പോ. തമിഴ്നാട്ടിൽ നിന്നായിരിക്കും അവൾ വന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു വെള്ളം വീണ സമയത്ത് ശരീരത്തിൽ ആകെ ഒരു കോരിത്തരിപ്പാണ് ഉണ്ടായത്. നമ്മുടെ അവസ്ഥ അറിയാം. നമ്മൾ വെള്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളാണെങ്കിൽ എന്തോരം വെള്ളമാണ് ദിനം പ്രതി പാഴാക്കുന്നത്. വെള്ളം ഒരിക്കലും പാഴാക്കാൻ പാടില്ല എന്നുള്ളൊരു സൂചന കൂടിയാണ്. കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് അറിയപ്പെടുന്നത്. പ്രകൃതി എല്ലാ രീതിയിലും അനുഗ്രഹിക്കുന്നുണ്ട്. വെള്ളത്തിന് ഒരിക്കലും നമുക്ക് മുട്ടു വന്നിട്ടില്ല. പക്ഷെ നാളെ ഒരു കാലത്ത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. മൂന്നാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകുന്നത് വെള്ളത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും വെള്ളം പാഴാക്കരുത്. നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് വെള്ളത്തിന് വേണ്ടി എത്രത്തോളമാണ് കേഴുന്നതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തണുത്ത വെള്ളം ഉടലിൽ, ശരീരത്തിൽ വീണ സമയത്ത് അവൾക്ക് വല്ലാതെ ഒരു കോരിത്തരിപ്പുണ്ടായി. നല്ല പളുങ്ക് പോലെയുള്ള വെള്ളം. പിന്നെയും പിന്നെയും അവള് ആ വെള്ളം കയ്യിൽ ഇങ്ങനെ കോരിയെടുത്തു. ഒരുപാട് വെള്ളം കുടിച്ചു. ഇനി ചായ വേണ്ട, ഈ വെള്ളം മതിയെന്ന് അവൾ തീരുമാനിക്കുകയാണ്. വെള്ളം നല്ല പച്ചവെള്ളം, നല്ല സ്വാദുള്ള പച്ചവെള്ളം. ഇതുപോലെ ഒരു പച്ചവെള്ളം അവൾക്ക് കുടിക്കാനായിട്ട് പോലും കിട്ടിയിട്ടില്ല. ആ ഒരു വെള്ളത്തിലാണ് ഇവിടെയുള്ള ഒരു കുളിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്തൊരു പ്രത്യേക ഒരു വികാരമാണ് ഉണ്ടായത്. നീരിന് ഇത്ര തണുപ്പോ, വെള്ളത്തിന് ഇത്ര ഒരു തണുപ്പ് പോലും അവൾ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. കാരണം അവളുടെ നാട്ടിൽ വെള്ളത്തിന് അത്രയും ക്ഷാമമാണ്. നല്ലൊരു തണുത്ത വെള്ളം പോലും അവൾക്ക് കുടിക്കാൻ പോലും അല്ലെങ്കിൽ കുളിക്കാൻ ഒന്നും തന്നെ കിട്ടാറില്ല. അപ്പോഴാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അനുഭവം അവൾക്ക് ഉണ്ടാകുന്നത്. കുളി കഴിഞ്ഞ് സുന്ദരിയായി വന്ന പെണ്ണിനെ കണ്ട് പുഞ്ചിരിയോടെ വീട്ടമ്മ പറഞ്ഞു, ഇപ്പൊ നിന്നെ കണ്ട നിന്റെ പെറ്റമ്മ പോലും തിരിച്ചറിയില്ല. നല്ലൊരു മനസ്സിനുടമയാണ് ആ ഒരു വലിയ തറവാട്ടിലെ വീട്ടമ്മ എന്ന് പറയുന്നത്. കുളി കഴിഞ്ഞ് സുന്ദരിയായിട്ട് വന്ന പെൺകുട്ടിയോട് പുഞ്ചിരിയോടുകൂടി തന്നെ വീട്ടമ്മ ഒരു കാര്യം പറയുന്നുണ്ട്. നിന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിന്റെ പെറ്റമ്മ, സ്വന്തം അമ്മ പോലും തിരിച്ചറിയില്ലെന്ന്. അവൾ നാണിച്ചു തല താഴ്ത്തി. 10 വയസ്സുകാരിയുടെ പാദങ്ങൾ മറച്ച് നിലത്തുരുമ്പി നിൽക്കുന്ന ഉടുപ്പ് നോക്കി അവർ പറഞ്ഞു, ഇതിട്ടുകൊണ്ട് നിനക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. നാളെയാവട്ടെ ഒന്ന് ചുരുക്കി കുത്തിക്കോളൂ അരയിൽ. അവൾ ഉടുപ്പ് മാടിക്കേറ്റി മുണ്ട് പോലെ അരയിൽ മുറുക്കി. 10 വയസ്സ് മാത്രമാണ് ആ പെൺകുട്ടിക്ക് പ്രായമുള്ളത്. ആ 10 വയസ്സുകാരിയുടെ പാദങ്ങൾ മുഴുവൻ മറച്ചുള്ള ഒരു ഉടുപ്പായിരുന്നു. ആ മാക്സി അത്രയും വലുതായിരുന്നു. അവളെക്കാൾ അല്പം കൂടി വലിപ്പമുള്ള ഒരു മാക്സി. ഇത് ഇട്ടുകൊണ്ട് നിനക്ക് പണിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നാളെ ആവട്ടെ ഇതൊന്ന് ചുരുക്കി കുത്തിക്കോളൂ എന്ന് അവിടെ വീട്ടമ്മ പറയുകയാണ്. അരയിൽ ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ പൊക്കി കെട്ടുക, തട്ടി വീഴാതിരിക്കാൻ വേണ്ടി. അവൾ ആ ഒരു ഉടുപ്പ് മാടിക്കേറ്റി ഒരു മുണ്ട് പോലെ അരയിൽ മുറുക്കുകയാണ്. അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകി കമഴ്ത്തി തൂത്തു തുടച്ചപ്പോൾ അവൾ ചോദിച്ചു, അമ്മ ഞാൻ തേങ്ങായി പറക്കി കൂട്ടട്ടെ? അടുക്കളയിലെ ജോലി എല്ലാം തന്നെ അവൾ ചെയ്യുകയായിരുന്നു. എന്തൊക്കെയാണ് ചെയ്തത്? അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി കമഴ്ത്തി, അതിനുശേഷം തൂത്തു തുടച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ അവളുടെ ഒരു ആഗ്രഹം വീട്ടമ്മയോട് പറയുകയാണ്, അമ്മ ഞാൻ തേങ്ങായി പെറുക്കി കൂട്ടട്ടെ? ഞാൻ ഇവിടെ കിടക്കുന്ന ഒരുപാട് തേങ്ങ നിലത്ത് വീണ് കിടക്കുന്ന കണ്ടോ, അതെല്ലാം ഒന്ന് പെറുക്കി കൂട്ടിക്കോട്ടെ എന്നാണ് ആ ഒരു കൊച്ചു പെൺകുട്ടി ചോദിക്കുന്നത്. ഓ പിന്നെ ആവാം, നല്ല മഴ വരുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ അടുക്കളയിൽ നിന്ന് ഒരു തേങ്ങാപ്പൂൾ എടുത്ത് തിന്നോ. വേണോ? ഇപ്പൊ വേണ്ട. തേങ്ങ തിന്നാനുള്ള കൊതി കൊണ്ടല്ല പറഞ്ഞത്. അക്കമ്മ അത്തരം ഒരു കൊതിച്ച് കോതയൊന്നുമല്ല.
അപ്പൊ പറയുകയാണ് വീട്ടമ്മ, ഞാൻ ഈ തേങ്ങ എല്ലാം പറക്കി കൂട്ടട്ടെ എന്ന് അക്കമ്മ ചോദിച്ച സമയത്ത് വീട്ടമ്മ പറയുന്നു, പിന്നെ ആവാം, മഴ വരുന്നുണ്ട്, അതുകൊണ്ട് നീ ഇപ്പൊ പെറുക്കണ്ട, നീ വേണമെങ്കിൽ നിനക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ ഒരു തേങ്ങാപ്പൂള് പോയി അടുക്കളയിൽ പോയി കഴിച്ചോളാൻ. പക്ഷെ ഒരിക്കലും ഒരു തേങ്ങാപ്പൂള് തിന്നാനുള്ള ഒരു കൊതിയോടുകൂടിയൊന്നും അല്ല അക്കമ്മ ആ ഒരു ചോദ്യം ചോദിച്ചത്. അത്രയ്ക്കൊരു കൊതിയല്ല താൻ എന്നുകൂടി അവൾ സ്വയം ചിന്തിക്കുകയാണ്. തെങ്ങും തേങ്ങയും സ്വന്തമായിട്ടില്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നാണ് അവൾ വന്നു ചേർന്നതെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ അമ്മ തേവർക്ക് നേദിക്കാൻ അപ്പൻ അവൾക്ക് കൊല്ലത്തിലൊരിക്കൽ തേങ്ങ മേടിച്ചു കൊടുക്കാറുണ്ട്. ഈ കേരളത്തിലേതുപോലെ ഒരുപാട് തെങ്ങും തേങ്ങയും ഒന്നും തന്നെ എവിടെയില്ല, തമിഴ്നാട്ടിലില്ല. കേരം തിങ്ങുന്ന നാട്, തെങ്ങുകൾ ഒരുപാടുള്ള ഒരു നാടായതുകൊണ്ടാണ് നമുക്ക് കേരളം എന്നുള്ള, കേരം പ്ലസ് അളം, തെങ്ങുകൾ ഉള്ള സ്ഥലം. അളം എന്ന് പറഞ്ഞാൽ സ്ഥലം എന്നർത്ഥം. ധാരാളം തെങ്ങുകൾ ഇങ്ങനെ വിലസി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് കേരളം എന്നുള്ളൊരു പേര് തന്നെ കിട്ടിയത്. പക്ഷെ തമിഴ്നാട്ടിൽ അത്തരത്തിലൊരു തെങ്ങും തോപ്പുകളോ തേങ്ങയൊന്നും തന്നെ കിട്ടാനില്ല. പക്ഷെ അവൾക്ക് കൊല്ലത്തിൽ ഒരിക്കല് അപ്പൻ ഈ അമ്മ തേവർക്ക് നേദിക്കാനായിട്ട് അമ്പലത്തിൽ ഇങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഉടയ്ക്കാറുണ്ട്, നേദിക്കാനായിട്ട് അപ്പൻ കൊണ്ടുപോയി തേങ്ങ കൊടുക്കാറുണ്ട്. അത് വർഷത്തിൽ ഒരു തവണ മാത്രമായിരുന്നു. ഉണങ്ങി മെല്ലിച്ച് ഒരു കാട്ടുപുന്നയ്ക്കോളം പോകുന്ന ഒരു പുന്നയ്ക്ക, ചെറിയൊരു തേങ്ങ മാത്രമാണ് അവൾ കണ്ടിരുന്നത്. ഉണങ്ങിക്കിട്ടാണ് കിട്ടിയിരുന്നത്. കാരണം തമിഴ്നാട്ടിലൊക്കെയാണെങ്കിൽ വലിയ രീതിയിൽ തെങ്ങിൻ തോപ്പില്ല, അത് നനയ്ക്കാനാണെങ്കിൽ വെള്ളം പോലുമില്ല. അതുകൊണ്ട് അവിടെ കിട്ടുന്ന തേങ്ങയാണെങ്കിലും വളരെ ചെറുത് തന്നെയായിരിക്കും. അത്തരത്തിലൊരു ഉണങ്ങിയ തേങ്ങയാണ് അവൾക്ക് വർഷത്തിൽ ഒരിക്കൽ അച്ഛൻ കൊണ്ടുപോയി കൊടുക്കാറ്. അപ്പൻ കാവൽ നോക്കുന്ന വലിയ തോപ്പ് കായ്ച്ചു തുടങ്ങിയിട്ടില്ല. അവളുടെ അപ്പനാണെങ്കിൽ നോക്കുന്ന ആ ഒരു തോട്ടമുണ്ട്, ആ ഒരു തോട്ടത്തിലെ തെങ്ങൊക്കെ ആണെങ്കിൽ കായ്ച്ചു തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് വച്ചു പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. രാത്രി കോണിച്ചോട്ടിലെ കുടുസുമുറിയിൽ കിടക്കുമ്പോൾ അവൾക്ക് നേരിയ ഭയം തോന്നി. രാത്രി അവൾ എവിടെയാണ് കിടന്നത്? കോണിയുടെ ചോട്ടിലുള്ള ഒരു ചെറിയ കുടുസുമുറി എന്ന് പറഞ്ഞാൽ ചെറിയ മുറി. അവിടെ കിടക്കുന്ന സമയത്ത് അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി. വീട്ടമ്മ വാതിലുകളും ജനലുകളും ഓരോന്ന് അടച്ചു പൂട്ടുന്നത് അവൾ അറിഞ്ഞു. തന്നെ ഒരു പെട്ടിയിലിട്ട് പൂട്ടി, പിന്നെ വലിയ വലിയ പെട്ടികളിൽ ഒതുക്കി ഓരോ താഴും പൂട്ടുകയാണ് എന്ന് ആ കുട്ടി പേടിച്ചു. എന്താണ് പേടിച്ചത്? വലിയൊരു വീടാണ്, ഒരുപാട് വാതിലുകളും ജനലുകളും ഉണ്ട്. അതിലെ ഓരോ വാതിലും ജനലുകളും ആ വീട്ടമ്മ ഓരോന്നായിട്ട് അടച്ചു പൂട്ടുകയാണ്. തന്നെ ശരിക്കും ഒരു വലിയൊരു പെട്ടിയിലിട്ട് പൂട്ടിയിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു പെട്ടികളിൽ ഒതുക്കി ഓരോ താഴിട്ട് പൂട്ടുകയാണെന്നാണ് ആ പെൺകുട്ടി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. കാരണം ആദ്യമായിട്ടാണ് അത്തരത്തിൽ വലിയൊരു വീട്ടിൽ അവൾ കിടന്നുറങ്ങുന്നത്. പാറക്കുന്നുകൾ വളഞ്ഞു തടങ്കിലാക്കിയ തന്റെ ഗ്രാമത്തെയും പരസ്പരം കൈകോർത്ത് പിടിച്ചു ഭൂമിയിൽ അമർന്നു കിടക്കുന്ന കുടിലുകളെയും അവൾ ഓർത്തു. പാറക്കുന്നുകൾ വളഞ്ഞ് തടങ്കലിലാക്കിയ തന്റെ ഗ്രാമം എന്ന് പറഞ്ഞ ചുറ്റും ഒരുപാട് പാറകളുള്ള ഒരു ഗ്രാമത്തിലാണ് അവൾ കിടന്നിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഗ്രാമത്തിലെ പരസ്പരം കൈകോർത്തു പിടിച്ച് ഭൂമിയിൽ അമർന്നു കിടക്കുന്ന കുടിലുകൾ, ചെറിയ ചെറിയ കുടിലുകളിലൊക്കെയാണ് അവൾ കിടന്നിരുന്നത്. അതെല്ലാം തന്നെ അവൾ ഇങ്ങനെ രാത്രി ഓർത്ത് കിടക്കുകയാണ്. തമ്മാമിൽ പൊത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് തന്നെ ആരോ റാഞ്ചിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അടച്ചു പൂട്ടിയിരിക്കുന്നു. തമ്മാമിൽ എന്ന് പറഞ്ഞാൽ തമ്മിൽ പൊത്തിപ്പിടിച്ച് അത്രയും അടുപ്പത്തോടുകൂടി ഒരുമിച്ച് ചേർന്നിരുന്ന ഒരുപാട് ആളുകളുടെ ഇടയിലായിരുന്നു അവൾ വസിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ആരോ റാഞ്ചി എടുത്തുകൊണ്ട് ആരോ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഒരു മുറിയിൽ, വലിയൊരു മുറിയിൽ പൂട്ടിയിട്ട ഒരു അനുഭവമാണ് അവൾക്കുണ്ടായിരുന്നത്. ഒരു അപരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് കിടക്കുന്ന സമയത്തുള്ള ഒരു വിഹ്വലതകളാണ് അക്കമ്മയ്ക്കുണ്ടായത്. അവൾ ആ ഒരു അപരിചിതത്തിൽ നിന്ന് പയ്യെ മാറുന്ന ഒരു കാഴ്ച നമുക്ക് പിന്നീട് കാണാനായിട്ട് കഴിയാം. ആരോ കരയുന്നത് കേട്ടു. നടുപ്പാതിരയ്ക്ക് അവൾ നടുക്കി ഉണർന്നു. മഴ കരയുന്നു, പേർത്തും എണ്ണിപ്പെറുക്കി കരയുന്നു. അവൾ ഉയരത്തിലുള്ള വെന്റിലേറ്ററിലൂടെ പുറത്തേക്ക് നോക്കി. ഓലയുടെ ഇരുണ്ട പന്തൽ. ആരാണ് കരയുന്നത്? കരയുക എന്ന് പറഞ്ഞ് കുട്ടികൾ കരയുക അല്ലെങ്കിൽ മൃഗങ്ങൾ കരയുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ മഴ കരയുന്നു എന്നാണ് പറഞ്ഞത്. അവൾ നടുങ്ങി ഉണർന്നത് കേട്ടപ്പോൾ എന്ത് മനോഹരമായിട്ടുള്ള പ്രയോഗമാണ്. മഴ പെയ്യുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് മഴ കരയുക എന്നുള്ള അർത്ഥത്. പേർത്തും എണ്ണിപ്പെറുക്കി കരയുന്നു. വീണ്ടും ഉച്ചത്തില് ഏങ്ങലടിച്ച് കരയുന്നത് പോലെയാണ് മഴ പെയ്യുന്നത്. അവൾ ഉയരത്തിലുള്ള ആ വെന്റിലേറ്ററിലൂടെ പുറത്തേക്ക് നോക്കി. ഓലയുടെ ഇരുണ്ട പന്തൽ എന്ന് പറഞ്ഞ ഒരുപാട് തെങ്ങിന്റെ ഓലകൾ കാണാം. ആ ഓലകൾ ഇങ്ങനെ ഒരു പന്തല് പോലെ, കല്യാണത്തിനൊക്കെ പന്തല വെച്ച് അലങ്കരിക്കും, അതുപോലെ പന്തല് പോലെയാണ് തെങ്ങിന്റെ ഓലകൾ അവിടെ ഉണ്ടായിരുന്നത്. അത്രയും ഒരു തെങ്ങിൻ തോപ്പാണ്, അത്രയും വലിയൊരു തെങ്ങിൻ തോപ്പാണ് ആ ഒരു കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. അവൾ തണുത്ത ഭിത്തിയെ ഉമ്മ വച്ച് തിരിഞ്ഞു കിടന്നു. താഴെ മൂലയിൽ ഒരു പല്ലിയുടെ കണ്ണുകൾ
വിരണ്ടോടുന്ന ഒരു പാറ്റ ചിറക് വെച്ച് കുറുകെ പറന്ന് കോണിയുടെ തണ്ടലിൽ ചെന്നിടിച്ചു. അവൾ പുതപ്പ് കൊണ്ട് തല മൂടി പുതച്ചു. അവൾ അങ്ങനെ ഭിത്തിയോട് ചേർത്ത് ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് അവിടെ ഒരു പല്ലിയുടെ 2 കണ്ണുകൾ കാണുന്നത്. അത് കണ്ടുകൊണ്ട് ഒരു പാറ്റ ചിറക് വെച്ച് ഇങ്ങനെ പാറിപ്പറന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാറിപ്പറക്കുകയാണ്. പല്ലിയുടെ ഭക്ഷണമാണല്ലോ, ആ ഭക്ഷണം ആവാതിരിക്കാൻ വേണ്ടി പാറ്റ ഇങ്ങനെ രക്ഷപ്പെട്ട് ഇങ്ങനെ പറക്കുന്ന സമയത്ത് കോണിയുടെ തണ്ടലിൽ ചെന്ന് ഇടിക്കുകയാണ്. അങ്ങനെയുള്ള ഓരോ സൂക്ഷ്മമായിട്ടുള്ള ഓരോ കാഴ്ചകൾ, അത്രയും ഭയം ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ട് അവൾ ഇങ്ങനെ ഇതെല്ലാം കണ്ട് പേടിച്ചവൾ വേഗം തന്നെ പുതപ്പെടുത്ത് തലമൂടി ഉറങ്ങാനായിട്ട് തുടങ്ങി. പൊത്തോ പൊത്തോന്ന് ഇടവിട്ട ഓരോ ശബ്ദം നേർത്തു വന്ന മഴയിലൂടെ പറന്നെത്തി. മതില് കയറി മറിഞ്ഞ് ഒരു കള്ളൻ തോപ്പിലേക്ക് ചാടി വീണതാണോ? ഒന്നിലധികം മോഷ്ടാക്കൾ. പിന്നെ എപ്പോഴും നീണ്ട യാത്രയുടെ തളർച്ച അവളെ ഉറക്കി. പൊത്തോ പൊത്തോന്ന് ശബ്ദം വരികയാണ്. ഒരു പക്ഷെ അത് തേങ്ങയൊക്കെ വീഴുന്ന ശബ്ദമായിരിക്കാം. പക്ഷെ അവൾക്ക് വല്ലാതെ പേടിയായി. അവൾ ഓരോ ഇങ്ങനെ ദുഷ്ചിന്തകളൊക്കെ അവളുടെ മനസ്സിൽ വന്നു. മതില് കയറി മറിഞ്ഞ് ഒരു കള്ളൻ തോപ്പിലേക്ക് വരുന്നതാണോ? അതോ ഇനി ഒന്നിൽ കൂടുതൽ കള്ളന്മാർ ഇവിടെ ആക്രമിക്കാനായിട്ട് വരുന്നോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവൾ കിടന്നത്. എപ്പോഴോ ഒരു നീണ്ട യാത്രയുടെ തളർച്ച അവളെ ഉറക്കി. ഒരുപാട് യാത്ര ചെയ്താണ് അവള്. ഒരുപാട് യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടെങ്കിലും അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. മഴ ചറുപിറന്ന് പെയ്യുന്ന ഒരു പുലരിയിലേക്കാണ് അവൾ മിഴി തുറന്നത്. പിറ്റേ ദിവസമായി മഴ നല്ല രീതിയിൽ പെയ്യുന്ന ഒരു പ്രഭാതത്തിലേക്കാണ് അവൾ കണ്ണു തുറന്നത്. തണുക്കണു. സംഗീത ചേച്ചിയുടെ പഠനമുറിയിൽ പാതിരാവ് വരെ വെളിച്ചമുണ്ടായിരുന്നു. ഇപ്പോൾ വീടും ഉറങ്ങിക്കിടക്കുന്നു. നല്ല രീതിയിൽ തണുപ്പുണ്ട്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം അവൾക്കുള്ളത്. അവരുടെ നാട്ടിൽ കാര്യമായിട്ട് മഴയൊന്നുമില്ല. വല്ലാത്തൊരു തണുപ്പുണ്ട്. രാവിലെ തന്നെ മഴ തുടങ്ങിയതുകൊണ്ട് പാതിരാത്രി വരെ അവിടുത്തെ കുടുംബത്തിലെ വീട്ടമ്മയുടെ മൂത്ത മകളായിട്ടുള്ള സംഗീത ചേച്ചിയുടെ പഠനമുറിയിൽ വിളക്കുണ്ടായിരുന്നു, വെളിച്ചമുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ആ വീടും ഉറങ്ങിയിരിക്കുന്നു. അതായത് ആരും തന്നെ എഴുന്നേറ്റിട്ടില്ല എന്നർത്ഥം. അവൾക്ക് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കണം. കൊളുത്തൂരി അവിടെ കണ്ട കാഴ്ച കരളലിയിപ്പിച്ചു. അനാഥ കുഞ്ഞുങ്ങളെ പോലെ മഴ നനഞ്ഞു കിടക്കുന്ന ഉണക്ക തേങ്ങകൾ, മുഖം കരിഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ആരും തിരിഞ്ഞു നോക്കാതെ. അവള് ജനൽ തുറന്ന് പയ്യെ പുറത്തേക്ക് നോക്കിയാണ്. അവിടെ കണ്ട കാഴ്ചകൾ അവളുടെ കരളലിയിപ്പിച്ചു. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, അക്കമ്മയുടെ കരളലിയിപ്പിച്ച കാഴ്ചകൾ എന്തെല്ലാമായിരുന്നു എന്ന്. എന്താണ്? അനാഥ കുഞ്ഞുങ്ങളെ പോലെ മഴ നനഞ്ഞു കിടക്കുന്ന ഉണക്ക തേങ്ങകൾ. ആരും നോക്കാനില്ലാതെ, ആരും ശ്രദ്ധിക്കാനില്ലാതെ അനാഥരായ പോലെയാണ് അവിടെ എന്ത് കിടക്കുന്നത്? തേങ്ങ കിടക്കുന്നത്. അതും ഉണങ്ങിയ തേങ്ങകളാണ്. വീണിട്ട് കുറെ ദിവസമായി കാണും. ആരും അതൊന്ന് എടുത്തു പെറുക്കി കൂട്ടി വച്ചിട്ടില്ല. മുഖം കരിഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് ഉണങ്ങിയ ഒരുപാട് തേങ്ങകൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല. അത് വലിയ സങ്കടമാണ് അവൾക്കുണ്ടായത്. കാരണം അവൾക്ക് ഇഷ്ടമുള്ള ഒരു മരമാണ് തെങ്ങ് എന്ന് പറയുന്നത്. തേങ്ങയാണെങ്കിൽ അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ തേങ്ങ ഇതുപോലെ അലസമായിട്ട് ആരും നോക്കാനില്ലാതെ കരിഞ്ഞുണങ്ങി കിടക്കുന്ന ഒരു കാഴ്ച അവളെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അക്കമ്മ ജനലഴികളിൽ പിടിച്ച് തോപ്പിലാകമാനം കണ്ണോടിച്ചു. 1, 2, 3 മിക്കവാറും എല്ലാ തെങ്ങുകൾക്കും ചോടെ പുല്ല് നിറഞ്ഞ പറമ്പിൽ എത്ര എണ്ണം മറഞ്ഞു കിടപ്പുണ്ട്. അവൾ അങ്ങനെ ആ ജനലിന്റെ ഇടയിലൂടെ പയ്യെ ഇങ്ങനെ നോക്കിയാണ് എത്രത്തോളം തേങ്ങകൾ അവിടെ വീണ് കിടക്കുന്നുണ്ടെന്ന്. അപ്പൊ എണ്ണുന്നു നോക്കിയേ, 1, 2, 3 എന്നൊക്കെയാണ് എണ്ണുന്നത്. മലയാളിയല്ല എന്ന് പറയുന്ന ഒരു തമിഴ് ചുവയിൽ അവളെ ഓരോന്ന് എണ്ണി നോക്കിയാണ്. അവൾ കാണാത്ത രീതിയിൽ പുല്ല് നിറഞ്ഞ പറമ്പിൽ പലയിടത്തും ഇങ്ങനെ തേങ്ങകൾ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അക്കമ്മ വാതിൽക്കലേക്ക് പാഞ്ഞു. ചാരിയ വാതിൽ മലർക്കെ തുറന്നു. എന്ന് പറഞ്ഞ വാതിൽ ഇങ്ങനെ ശരിക്ക് തുറന്നു. അതൊരു പഴയ കതകാണ്. പുതിയ വീട്ടിലുള്ള ഒരേ ഒരു പഴയ കതക്. ഉപേക്ഷിക്കാൻ വയ്യാത്തതിനാൽ ഒതുങ്ങിയ ഒരിടത്ത്, ആരുടെയും കണ്ണു ചെല്ലാത്തിടത്ത് നല്ല തടിച്ച കതക് അവളോട് കയർത്തു. അപ്പൊ അവള് വാതിൽക്കിലേക്ക് ചെങ്ങാണ്. ചാരിയ വാതിൽ ഇങ്ങനെ മലർക്കെ തുറന്നൊരു പഴയ ഒരു കതകാണ് അവിടെ ഉള്ളത്. ഉപേക്ഷിക്കാനത് കഴിയാത്തത് കൊണ്ട് തന്നെ കണ്ണ് ചെല്ലാത്തിടത്ത് നല്ല ഒരു തടിച്ച കതക് അവളോട് കയർത്തു. കയർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു വാതിലിന്റെ ഒച്ചയാണ്, കരകര എന്നുള്ള ഒരു ശബ്ദമാണ്. പഴയ കതകായതുകൊണ്ട് തന്നെ അതാണ് അവൾ തുറന്നപ്പോൾ ശബ്ദമുണ്ടാക്കിയത്. അവളെ പോലെ ഇവിടെ വീട്ടുപണിക്ക് വരുന്ന പെൺകിടാക്കളുടെ ഉറക്കം സുരക്ഷിതമാക്കാൻ ഒരു ചെറിയ മുറി, ഉറപ്പുള്ള ഒരു വാതിലും.
അവളെ പോലെ തന്നെ ഇവിടെ വീട്ടുപണിക്ക് ഒരുപാട് പെൺകുട്ടികൾ വരാറുണ്ട്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ മുറിയും ഒരു വാതിലുമാണത്. കാരണം അത്രയും നല്ലൊരു സുരക്ഷയുള്ള ആ ഒരു കുടുംബമായിരുന്നു അവിടെ ഉള്ളത്. ഒരു പക്ഷെ ആരെങ്കിലും അവിചാരിതമായിട്ട് അങ്ങോട്ടേക്ക് കയറി വന്നാൽ അത് ഉറക്കമുണർത്താൻ സഹായിക്കുന്ന അതേ രീതിയിലുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു കതക് തന്നെയാണത്. അങ്ങനെ തോപ്പിലേക്ക് അവൾ പയ്യെ പയ്യെ നടക്കുകയാണ്. തോപ്പിൽ ചുവന്നു കലങ്ങിയ വെയിൽ ഓടിയിരുന്നു. അത് രാവിലെ പയ്യെ പയ്യെ വെയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി അവൾ ആഗ്രഹിച്ച ആ ഒരു തോപ്പിലേക്ക് അവിടെ കൂടി അനാഥമായി കിടക്കുന്ന തേങ്ങ പെറുക്കാനായിട്ട് പയ്യെ പയ്യെ കണ്ണമ്മ തോപ്പിലേക്ക് നടക്കുന്നു. നനഞ്ഞു കുമിഞ്ഞ് ഓലകൾ ചവിട്ടി അവൾ ഒന്നാമത്തെ തെങ്ങിൻ ചോട്ടിലെത്തി. തലേ ദിവസവും അതുപോലെ രാവിലെയൊക്കെ നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. അങ്ങനെ ആ തേക്കിൻ തോപ്പാണെങ്കിൽ ആകെ നനഞ്ഞു കുതിർന്നിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നനഞ്ഞു കുതിർന്ന ഓലകളിലൊക്കെ ചവിട്ടിക്കൊണ്ട് അവൾ ആദ്യത്തെ തെങ്ങിൻ ചോട്ടിലേക്ക് എത്തുകയാണ്. തെങ്ങ് മുഖം താഴ്ത്തി അവളെ ഉറ്റുനോക്കി. അവൾ പെറുക്കിയെടുത്തു. അവള് തെങ്ങ് ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ആ പെൺകുട്ടി വന്ന സമയത്ത് തെങ്ങ് അവളെ നോക്കുന്ന പോലെയായിട്ടാണ് പി വത്സല ഇവിടെ പറയുന്നത്. അവൾ ഓരോ തേങ്ങയും ഇങ്ങനെ പെറുക്കിയെടുത്തു. മാറിലടുക്കിയ 2 തേങ്ങകളെ നോക്കി നെടുവീർപ്പെടുന്നു. അവളുടെ തലമുടികളിലേക്ക് തെങ്ങിന്റെ ഇമകൾ തോറുന്നു. മാറിലടുക്കി, അതായത് 2 സൈഡിലായിട്ട് അവള് എന്ത് വെച്ചിരുന്നോ, തേങ്ങ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പയ്യെ ഇങ്ങനെ നെടുവീർപ്പിടുകയാണ്. അവളുടെ തലമുടിയിലേക്ക് തെങ്ങിന്റെ ഇമകൾ തോർന്നു. പയ്യെ അവളുടെ തലമുടിയിലേക്ക് ഇങ്ങനെ തെങ്ങിന്റെ ഓലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. പലമട്ടം അവൾ തേങ്ങാക്കൂടിന്റെ കീഴറയിലേക്ക് നടന്നു. അവളുടെ ഉടുപ്പ് മഴക്കണ്ണീരിൽ നനഞ്ഞു. കുറെ നാളായി ഈ തേങ്കായ്കൾ മഴ കൊള്ളുകയാണെന്ന് അവൾക്ക് തോന്നി. എന്ന പൈത്യം തേങ്ങാപ്പുര ഒഴിഞ്ഞു കിടക്കുന്നു. എന്ന പൈത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഭ്രാന്ത് എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അവൾ അത് ആ ഒരു തേങ്ങ എല്ലാം എടുത്തുകൊണ്ട് അവിടെയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന ആ ഒരു തേങ്ങാപ്പുരയിലേക്ക് ചെല്ലുകയാണ്. തെങ്ങുകൾ അവളോട് ആവലാതി പറഞ്ഞു. ഓരോ തവണയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ അറയിലാക്കി തിരിച്ചു വരുന്ന അക്കമ്മയോട് തെങ്ങുകൾ കൃതജ്ഞതയോടെ മന്ത്രിച്ചു. തെങ്ങുകൾ അവളോട് ആവലാതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായി ഇങ്ങനെ തേങ്ങ നിലത്ത് വീഴുന്നു, ആരും അത് തിരിച്ചു നോക്കുന്നില്ല. തന്റെ മക്കളെ പോലെയാണ് അല്ലെങ്കിൽ തെങ്ങിനെ സംബന്ധിച്ച് തന്റെ മക്കളെ പോലെയാണ് തേങ്ങ എന്ന് പറയുന്നത്. അതിനൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു താവളത്തിലേക്ക് എത്തിക്കാനായിട്ട് ആ കുടുംബത്തിൽ ആരും സമയം കണ്ടെത്തിയിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ അറയിലേക്ക് ഈ അക്കമ്മ എത്തിക്കുന്നത് കണ്ട് കൃതജ്ഞതയോടുകൂടി അതിങ്ങനെ മന്ത്രിക്കുകയാണ്. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദി പൂർവ്വം ആ തെങ്ങെല്ലാം തന്നെ അക്കമ്മയോട് ഒരു കാര്യം പറയുന്നു. എല്ലാരെയും കൂട്ടിക്കൊണ്ടുപോ, എല്ലാരെയും. ഒരു തേങ്ങ നൽകിയ കാക്കപ്പൊന്ന് അടർത്തിയെടുത്ത് അവൾ മൂക്കുത്തിയാക്കി. ആ തെങ്ങ് പറയാണ്, എല്ലാവരെയും കൊണ്ടുപോയി, എൻ്റെ മക്കളെല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ തേങ്ങ എല്ലാം തന്നെ പെറുക്കി അവിടെയുള്ള ആ തേങ്ങാപ്പുരയിൽ കൊണ്ടുചെന്ന് എത്തിക്കൂ എന്നുള്ള ചിന്തയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? അക്കമ്മയ്ക്കുണ്ടായിരുന്ന. തെങ്ങുകൾ ഓരോന്നിങ്ങനെ തന്നോട് മന്ത്രിക്കുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. ഒരു തേങ്ങ നൽകിയ കാക്കപ്പൊന്നെ അവൾ അടർത്തിയെടുത്ത് മൂക്കുത്തിയാക്കി. ഒരു തേങ്ങയുടെ ചെറിയൊരു കഷ്ണം എടുത്ത് അവൾ അടർത്തിയെടുത്ത് മൂക്കുത്തി പോലെയാക്കി. അടുക്കള തളത്തിൽ നിന്ന് വീട്ടമ്മ വിളിച്ചു ചോദിക്കുമോ, അക്കമ്മ നീ മുറ്റം തൂത്തിട്ട് ഇങ്ങ് അകത്തു വാ. അവ സിങ്കിലേക്കിടുന്ന പാത്രങ്ങൾ കലമ്പി. അപ്പൊ പറയാണ്, അപ്പോഴാണ് പെട്ടെന്ന് ഒച്ച കേൾക്കുന്നത്. വീട്ടമ്മ വിളിച്ചു പറയാണ്, നീ വേഗം ഒന്ന് ആ മുറ്റം ഒന്ന് വന്ന് തൂക്കുക. അതിനുശേഷം അവർ സിങ്കിലേക്കിടുന്ന പാത്രങ്ങൾ കലമ്പി. തേങ്ങാപ്പുരയുടെ കോലായിൽ വന്നു കയറി സംഗീത ചേച്ചി വിളിച്ചു പറഞ്ഞു. അപ്പൊ തലേ ദിവസമൊക്കെ കഴിച്ച പാത്രങ്ങൾ സിങ്കിലേക്ക് ഇടുന്നത് ഒച്ചയൊക്കെ അവൾ കേട്ടിരുന്നു. ആ ഒരു ഒച്ച. അടുത്ത എന്താണ് അവളുടെ ജോലി? വീടൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം, മുറ്റം അടിച്ചു വാരിയതിനു ശേഷം പാത്രങ്ങളും കഴുകാനുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് വീട്ടമ്മ വിളിക്കുന്നത്. തേങ്ങാപ്പുരയുടെ കോലായിൽ വന്നു കയറി സംഗീത ചേച്ചി വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഈ ഒരു തേങ്ങാപ്പുരയുടെ മുൻവശത്തേക്ക് സംഗീത എന്ന് പറഞ്ഞ ആ വീട്ടമ്മയുടെ മൂത്ത മകൾ എത്തുന്നത്. എന്നിട്ട് അവൾ വിളിച്ചു പറയാണ്, മമ്മി ഇത് കണ്ടോ, ഈ അക്കമ്മ ചെയ്തു വെച്ച ഒരു പണി. ദോശ ചുടുന്നിടത്ത് നിന്ന് വീട്ടമ്മ എത്തി നോക്കി. എന്താ തേങ്ങ മുഴുവനും പെറുക്കി അകത്തിട്ടിരിക്കുന്നു. പെണ്ണിന്റെ ഒരു ഭ്രാന്ത്. അപ്പോഴാണ് ആ ഒരു പെൺകുട്ടി സംഗീത വിളിച്ചു പറയുന്നത്, മമ്മി ഇത് കണ്ടോ, ഈ അക്കമ്മ ചെയ്തു വച്ചിരിക്കുന്ന ഈ പണി എന്താണെന്ന്. അപ്പോൾ അതൊരു കാര്യം മനസ്സിലാക്കാം. മമ്മി എന്ന് വിളിക്കുമ്പോൾ അമ്മ എന്നല്ല വിളിക്കുന്നത്. നഗരത്തിലാണ് ആ പെൺകുട്ടി പഠിച്ചു വളർന്നത്. അപ്പൊ എന്തോ ഒരു കുറ്റം ചെയ്ത പോലെയാണ് ഈ ഒരു പെൺകുട്ടി അമ്മയോട് വിളിച്ചു പറയുന്നത്. ആ സമയത്ത് ദോശ ചുടുകയായിരുന്ന വീട്ടമ്മ എന്താണ് കാര്യം എന്നറിയാതെ വേഗം എത്തി നോക്കിയാണ്. തേങ്ങ മുഴുവനും പെറുക്കി അകത്തിട്ടിരിക്കുന്നു. പെണ്ണിന്റെ ഒരു ഭ്രാന്ത്. പുറത്ത് കിടക്കേണ്ട തേങ്ങ മൊത്തം എടുത്ത് ഈ തേങ്ങാപ്പുരയിലേക്ക് അവൾ എടുത്തിട്ടിരിക്കുന്നു എന്നാണ് സംഗീത വിളിച്ചു പറയുന്നത്. ഒരു തെറ്റ് അക്കമ്മ ചെയ്ത പോലെയാണ് അമ്മയോട് ഈ ഒരു സംഗീത എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ ഒരു കാര്യം ഉണർത്തിച്ചത്. അമ്മ ഒന്നും മിണ്ടിയില്ല. അവർ ആലോചനയിലാണ്ടു.
അച്ഛൻ മൊട്ടക്കുന്ന് വിലയ്ക്ക് മേടിച്ചത്, ഉതിർന്നു കിടന്ന് ചരൽക്കല്ല് നീക്കി കുന്നു കിളപ്പിച്ചത്, തൈക്കുണ്ടകൾ കുഴിച്ചത്, കുറ്റ്യാടി തേങ്ങ തന്നെ വേണം എന്ന് വിത്തിന് വാശി പിടിച്ചു യാത്ര പുറപ്പെട്ടത്. അക്കമ്മ ഈ ഒരു കാര്യം ചെയ്തു എന്ന് മകൾ വിളിച്ചു പറഞ്ഞ സമയത്ത് അമ്മ അല്ലെങ്കിൽ വീട്ടമ്മ ഒന്നും തന്നെ തിരിച്ചു മറുപടി പറഞ്ഞില്ല. ചില കാര്യങ്ങൾ അവർ ഓർക്കുകയായിരുന്നു. പണ്ട് അവരുടെ ഭർത്താവ്, മക്കളുടെ അച്ഛൻ മൊട്ടക്കുന്ന് വിലയ്ക്ക് മേടിച്ചത്, അതായത് മൊട്ടക്കുന്നായിരുന്നു, ഒന്നുമില്ലാതെ കിടന്നിരുന്ന ഒരു തരിശു നിലമായിരുന്നു അവിടെ. അതാണ് നല്ല രീതിയിൽ ചരലൊക്കെ നീക്കിക്കൊണ്ട് ഈ ഒരു കുന്ന് നല്ല രീതിയിൽ കിളിപ്പിച്ചത്. അദ്ദേഹമാണ് അവിടെ നല്ല രീതിയിൽ ഒരു തെങ്ങും തോപ്പ് വയ്ക്കാനായിട്ട് ഒരു കാരണമായത്. തൈക്കുണ്ടുകൾ കുഴിച്ചത്, കുറ്റ്യാടി തേങ്ങ തന്നെ വേണം വിത്തിന് എന്ന് വാശി പിടിപ്പിച്ച് അച്ഛൻ യാത്ര പുറപ്പെട്ടത്. നല്ല ഗുണമുള്ള ഒരു കുറ്റ്യാടി തേങ്ങ തന്നെ വേണമെന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ആ ഒരു മൊട്ടക്കുന്നിൽ കൃഷി ചെയ്ത് കുഴികളൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ ഇതൊരു മനോഹരമായ തെങ്ങിൻ തോപ്പാക്കി മാറ്റിയത്. വീട്ടുചെലവ് ചുരുക്കി തെങ്ങിൻ കൈകളെ തീറ്റിയത്. അച്ഛൻ സദാസമയവും തോപ്പിലായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും നല്ലൊരു തോട്ടം ഉണ്ടാക്കാനായിട്ട് അച്ഛനാണ് അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഗൃഹനാഥനാണ് ശ്രമിച്ചത്. എപ്പോഴും വീട്ടിലെ ചെലവെല്ലാം ചുരുക്കി കണ്ട് ആ ഒരു തെങ്ങിൻ തൈകളെ നല്ല രീതിയിൽ വളർത്താനായിട്ട് അതിന്റെ വളത്തിനും വെള്ളത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് വീട്ടു ചെലവ് പോലും ചുരുക്കിയിട്ടായിരുന്നു ആ മനുഷ്യൻ ജീവിച്ചിരുന്നത്. സദാസമയം മുഴുവൻ സമയവും ആ മനുഷ്യൻ തോപ്പിൽ തന്നെയായിരുന്നു. മൊട്ടക്കുന്ന് ജ്വലിക്കുന്ന വെയിലിൽ നിന്ന് രക്ഷ നേടി. ആ മൊട്ടക്കുന്ന് ആരും ഒരു ചെടി പോലും ഇല്ലാത്ത, ഒരു മരം പോലും ഇല്ലാത്ത ആ ഒരു മൊട്ടക്കുന്ന് ഈ തെങ്ങിൻ തോപ്പുകൾ വന്നതോടുകൂടി നല്ല രീതിയിൽ വെയിലിൽ നിന്ന് രക്ഷ നേടി. പച്ച തെങ്ങുകളുടെ പന്തലിൽ വിശ്രമിച്ചു. നല്ല പച്ച തെങ്ങുകളുടെ ഒരു പന്തലായിരുന്നു പിന്നീട് അവിടെ ഉണ്ടായത്. തെങ്ങിനു തീറ്റ നൽകാൻ അച്ഛൻ അമ്മയുടെ പണ്ടങ്ങൾ പണയം വെച്ചു, വിറ്റു. തെങ്ങിന് നല്ല രീതിയിൽ തീറ്റ കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ തെങ്ങ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ആ ഒരു മനുഷ്യൻ, അച്ഛൻ അമ്മയുടെ പണ്ടങ്ങൾ, സ്വർണങ്ങളെല്ലാം തന്നെ പണയം വെച്ചിരുന്നു, പിന്നീട് വിറ്റിരുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട്, ഒരുപാട് അധ്വാനിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു തോട്ടം എത്തിക്കാനായിട്ട് അച്ഛൻ ശ്രമിച്ചത്. മരിക്കുന്ന ദിവസം കോലായിലെ ചാരുകസേരയിൽ നിന്നെണീറ്റ് മുറ്റത്തെ തെങ്ങിൽ നിറഞ്ഞ് മുറ്റിയ കുലകൾ നോക്കി മെല്ലെ മിഴികൾ താഴ്ത്തി പതുക്കെ ചുമരു പിടിച്ച് അകത്തെ മുറിയിലേക്ക് കയറിപ്പോയത്. മരിക്കുന്ന അന്ന് പോലും ആ ഒരു കോലയിലെ ചാരുകസേര, വീടിന്റെ മുൻവശത്തുള്ള ആ ഒരു ചാരുകസയിൽ നിന്ന് എഴുന്നേറ്റ് പയ്യെ ആ ഒരു തെങ്ങിൽ പിടിച്ച് ആ മുകളിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ആ ഒരു കുലകൾ നോക്കിക്കൊണ്ട് മെല്ലെ മിഴികൾ താഴ്ത്തി പതുക്കെ ചുമരു പിടിച്ച് അകത്തേക്ക് കയറിപ്പോയത്. തൻ്റെ വിയർപ്പാണല്ലോ, തൻ്റെ അധ്വാനമാണല്ലോ ഈ നിൽക്കുന്നത്, അത് വിട്ട് താൻ പോവുകയാണല്ലോ എന്നുള്ള ചിന്തയായിരുന്നു ആ മരിക്കുന്ന ദിവസം പോലും ആ മനുഷ്യനുണ്ടായിരുന്നത്. അത്രയും ഒരു ആത്മബന്ധം ആ അച്ഛന് ആ ഒരു തോട്ടത്തോടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മ പല രീതിയിൽ ഇങ്ങനെ ചിന്തകളിലേക്ക് പയ്യെ ഉറങ്ങിപ്പോയത്. അവർ തവി താഴെയിട്ട് പുറത്തേക്ക് ഓടി. അക്കമ്മയെ ചെന്ന് ഉണർന്നു. കുട്ടി അന്താളിച്ചു. അവരുടെ സാരി ഞൊറികളിൽ മുഖം പൂഴ്ത്തി. ഓരോന്നിങ്ങനെ ഓർത്തപ്പോൾ തൻ്റെ ഭർത്താവിന്റെ കണ്ണുനീര്, കഷ്ടപ്പാട്, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിന്റെ ഓർമ്മകളാണല്ലോ ആ തെങ്ങിൻ തോപ്പ്. ആ ഒരു തെങ്ങിൻ തോപ്പിനോടുള്ള ഇഷ്ടം, ആ തേങ്ങയോടുള്ള ഇഷ്ടം അക്കമ്മയ്ക്കും ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയ അവർ വേഗം തന്നെ ദോശ ചുടുന്ന ആ ഒരു തവി വലിച്ചെറിഞ്ഞിട്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു. ഓടിച്ചെന്നിട്ട് ആ അക്കമ്മയെ, വലിയ പരിചയമില്ലാത്ത ഒരു വേലക്കാരിയായിട്ടുള്ള അക്കമ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഓടിച്ചെന്ന് പുണരുകയാണ്. കുട്ടി ആകെ അത്ഭുതപ്പെട്ടു പോയി, എന്താണ് സംഭവമെന്ന്. ആ ഒരു സ്നേഹത്തിന്റെ പരിലാളനം മനസ്സിലാക്കിയ ആ പെൺകുട്ടി അവരുടെ സാരി ഞൊറികളിൽ മുഖം പൂഴ്ത്തി. ആ ഒരു സ്നേഹത്തിന്റെ ആർദ്രത, ഗാഠത തിരിച്ചറിഞ്ഞ ആ പെൺകുട്ടിയും ആ അമ്മ കെട്ടിപ്പിടിച്ചപ്പോൾ അവരുടെ സാരിയിൽ മുഖം പൂഴ്ത്തുകയായിരുന്നു. ആ ഒരു ഓർമ്മകളായിരിക്കാം, അല്ലെങ്കിൽ ആ തെങ്ങിനോടുള്ള ഒരു ഇഷ്ടം, തേങ്ങയോടുള്ള ഇഷ്ടം തൻ്റെ ഭർത്താവിനുള്ളതുപോലെ ഈ പെൺകുട്ടിക്ക് ഇഷ്ടമാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വീട്ടമ്മ എല്ലാം മറന്നുകൊണ്ട് അവളെ ഒരു മകളെ എന്നോണം കെട്ടിപ്പിടിച്ചത്. അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ആ ഒരു അച്ഛൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ അച്ഛനെ പോലെ തന്നെ പ്രകൃതിയോട് സ്നേഹമുള്ള, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രകൃതി സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരു പെൺകുട്ടി കൂടിയായിരുന്നു അക്കമ്മ എന്ന് പറഞ്ഞ ഒരു പരിചാരിക. അവിടെ സംഗീത എന്ന് പറഞ്ഞ പെൺകുട്ടി നാഗരിക ജീവിതത്തിന്റെ പ്രതീകമാണ്. നഗരത്തിന്റെ ഒരു രീതിയിൽ തന്നെയാണ് അവളുടെ ജീവിതം. അവൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പ്രകൃതിയോട് അകന്നാണ് അവൾ ജീവിക്കുന്നത്. അവളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്താഗതിയുള്ള പെൺകുട്ടിയായിരുന്നു ഗ്രാമീണ ജീവിതത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന അക്കമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വീട്ടമ്മയ്ക്ക് അക്കമ്മയോട് വല്ലാത്തൊരു അടുപ്പം തോന്നാനും പ്രധാനപ്പെട്ട കാരണം. പാഠഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അക്കമ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ജീവിതം, അവൾക്ക് തെങ്ങിനോടും തേങ്ങയോടുമുള്ള ഒരു അടുപ്പം, അവൾ ഒരു പുതിയൊരു അപരിചിതമായ സ്ഥലത്തേക്ക് വരുന്നതും, അതുപോലെ അവിടെ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളും ചിന്തകളും ഒക്കെയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പ്രകൃതിയെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ ഭംഗിയായി തന്നെ പി വത്സല ആവിഷ്കരിച്ചിരിക്കുന്നു. നമുക്കിനി ചോദ്യങ്ങളിലേക്കൊന്ന് കടന്നാലോ? അക്കമ്മ പൈത്യമായി കാണുന്നതും സംഗീത ചേച്ചി പെണ്ണിന്റെ ഭ്രാന്തായി കാണുന്നതും രണ്ട് കാഴ്ചപ്പാടുകളാണ്. കുറിപ്പ് തയ്യാറാക്കുക. പൈത്യം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭ്രാന്ത് എന്നാണ് അർത്ഥം വരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ വളർന്ന അക്കമ്മയുടെയും സംഗീതയുടെയും കാഴ്ചപ്പാടുകളിലൂടെ വ്യത്യസ്തതയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. തേങ്ങാക്കൂട് ഉണ്ടായിട്ടും തേങ്ങാപ്പുര ഉണ്ടായിട്ടും തേങ്ങ പെറുക്കി അതിലിടാത്തതിനെയാണ് അക്കമ്മ പൈത്യമായി കാണുന്നത്, ഭ്രാന്തായി കാണുന്നത്. ദരിദ്രയായിട്ടുള്ള അക്കമ്മ അച്ഛനെ കൃഷി ജോലികളിലെല്ലാം സഹായിച്ചുകൊണ്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. അവളെ സംബന്ധിച്ച് ഈ വീണ് കിടക്കുന്ന തേങ്ങകൾ അമൂല്യമാണ്. കാരണം ഒരു തേങ്ങ കാണാനും തെങ്ങിൻ തോപ്പ് കാണാനും എല്ലാം തന്നെ അവൾ അവളുടെ നാട്ടിൽ കൊതിച്ചിട്ടുണ്ട്. പട്ടണത്തിൽ ജനിച്ചു വളർന്ന സംഗീതയ്ക്കാകട്ടെ പ്രകൃതിയുമായോ കൃഷിയുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ മൊട്ടക്കൂട് പോലെയുള്ള ഒരു മൊട്ടക്കുന്ന് പോലെയുള്ള സ്ഥലം ഇത്ര മനോഹരമായിട്ടുള്ള തെങ്ങിൻ തോപ്പാക്കി മാറ്റിയത് എന്നുള്ള ഒരു കാഴ്ചപ്പാടോ ചിന്തയൊന്നും തന്നെ സംഗീതയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അക്കമ്മയുടെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ സംഗീതയ്ക്ക് ഭ്രാന്തായിട്ട് അനുഭവപ്പെടുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഇന്ന് ഒരു നാഗരിക ജീവിതം അല്ലെങ്കിൽ ഒരു നാഗരികതയുടെ ചിന്താഗതിയാണ് നമുക്ക് സംഗീതയിലൂടെ കാണാൻ കഴിയുന്നത്. പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്ന, പ്രകൃതിയോട് സ്നേഹമില്ലാത്ത, പ്രകൃതിയുടെ ആ ഒരു നൈർമല്യം തിരിച്ചറിയാത്ത ഒരു കഥാപാത്രമാണ് ഇവിടെ അക്കമ്മയുടെ വീട്ടുടമസ്ഥയുടെ മകളായിട്ടുള്ള സംഗീത എന്ന പെൺകുട്ടി. രണ്ടാമത്തെ ചോദ്യം, ഒരു തെളിഞ്ഞ മുഖം കാണാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. ഈ പ്രസ്താവന അക്കമ്മയുടെ ഗ്രാമജീവിത പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കൂ. അക്കമ്മയുടെ നാടിന്റെ പ്രത്യേകതകളാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അക്കമ്മയുടെ നാടിന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും നമുക്കിവിടെ തിരിച്ചറിയാൻ കഴിയും. മലകൾക്കിടയിൽ, കൊച്ചു കുടിലുകൾക്കിടയിൽ പട്ടിണിയോട് മല്ലിട്ട് ജീവിക്കുന്ന ഒരു പറ്റം ഗ്രാമീണർക്കിടയിലായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. ആരിലും അവൾക്ക് ഒരു സന്തോഷം കാണാൻ കഴിഞ്ഞിരുന്നില്ല. സ്നേഹമുണ്ടായിരുന്നു എല്ലാവരും പരസ്പരം, പക്ഷേ ഒരിക്കൽ പോലും അവരുടെ ആരുടെയും മുഖത്ത് ഒരു സന്തോഷം കാണാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അവരുടെ ഗ്രാമീണ ജീവിതം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. ചുറ്റും പാറയിടുക്കുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് അവർ ജീവിച്ചിരുന്നത്. വെള്ളം കിട്ടാനില്ല, തൊഴിൽ കാര്യമായിട്ടില്ല, സമ്പന്നത അവർക്ക് ഉണ്ടായിരുന്നില്ല, അതുപോലെ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. പട്ടിണിയും ദാരിദ്ര്യത്തിലും മല്ലിട്ട് ജീവിക്കുന്ന ഗ്രാമീണരായിരുന്നു ആരുടെ നാട്ടിലുണ്ടായിരുന്നത്? അക്കമ്മയുടെ നാട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അന്യ നാട്ടിലേക്ക് വിടാനായിട്ട് അവളുടെ അച്ഛനും അമ്മയും തീരുമാനിക്കുന്നത് തന്നെ. ആ ഒരു ഗതികേട് കൊണ്ട് തന്നെയാണ് മക്കളെ പഠിപ്പിക്കാൻ പോലും അവർക്ക് അവസരമില്ലാതിരുന്നത്. അപ്പോ സംഗീത എന്ന് പറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി, അതോടൊപ്പം തന്നെ അതേ ഒരു രീതിയിലുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അക്കമ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി. പക്ഷെ രണ്ടുപേരും രണ്ട് ജീവിത വഴിയിലൂടെയാണ് നടക്കുന്നത്. രണ്ടുപേരുടെയും ചിന്തകൾ വ്യത്യസ്തമാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും വലുത്, നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി അക്കമ്മ എന്ന് പറഞ്ഞ കൊച്ചു പെൺകുട്ടിയിലൂടെ പി വത്സല നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള നമ്മളുടെ സിരകളിലേക്ക് ചില ചിന്തകൾ പ്രവഹിപ്പിക്കുന്ന ഒരു കഥയാണ് പി വത്സലയുടെ തേങ്ങ എന്ന് പറഞ്ഞ കഥ. എക്സാം പോയിന്റിന്റെ ഗൈഡിൽ ഈ ഒരു പാഠഭാഗത്തിന്റെ വിശദവിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാണ്. ചോദ്യോത്തരങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. പാഠഭാഗം പല ആവർത്തി ഒന്ന് വായിച്ചു നോക്കുക. ഓരോ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാത്ത പദങ്ങളുടെ അർത്ഥമൊക്കെ എക്സാം പോയിന്റിന്റെ ഗൈഡിൽ ലഭ്യമാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.